24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് 2ാം ദിവസം. 2 ദിവസങ്ങളിലായി ആകെ 45 മണിക്കൂർ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കും. കന്യാകുമാരിയിൽ ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിവേകാനന്ദ പാറയുടെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഭൂമിശാസ്ത്രമായ കിടപ്പ്. അതുകൊണ്ട് അതിൻ്റെ ചുറ്റും നാവികസേനയൊക്കെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ പാറയിലേക്ക് നാളെ വരെ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. കന്യാകുമാരിയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ മഹാസമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ധ്യാനം 12 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് പ്രധാനമന്ത്രി ഏകാന്ത ധ്യാനം തുടങ്ങിയത് വിവേകാനന്ദ പാറയിൽ. അതിനകത്ത് ധ്യാന മണ്ഡപമുണ്ട്, അവിടെയാണ് ആ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷ തന്നെയാണ് കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ പാറയുടെ സമീപം ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല, പക്ഷേ വിനോദസഞ്ചാരികൾക്ക് ഈ ബീച്ചിലേക്ക് വരാം, ഇങ്ങോട്ടേക്ക് പ്രവേശനമുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് ചേർന്ന് കനത്ത പോലീസ് വലയത്തിലാണ്. ഇതിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൌസും പരിസരവും അടക്കമുള്ള മേഖല. തൊട്ടപ്പുറത്ത് നമുക്ക് കടലിൽ കാണാവുന്നതുപോലെ ചുറ്റും ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റും പോലീസ് ബോട്ടുകളിൽ സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ കടലുകൾക്ക് മൈലുകൾക്കപ്പുറം കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ബോട്ടുകൾ കാണാം. അങ്ങനെ കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുന്നത്. നാളെ വൈകിട്ട് വരെ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കും. ഈ ധ്യാനത്തിനെതിരെ എന്തായാലും പ്രതിപക്ഷവും എന്തായാലും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP പ്രവർത്തകർ അതിന് പിന്തുണയുമായി എത്തുന്നു. BJP പ്രവർത്തകർ പറയുന്നതാകട്ടെ, പ്രധാനമന്ത്രി ഈ 45 മണിക്കൂർ നീണ്ട ധ്യാനത്തിനൊടുവിൽ പുതിയ ആശയങ്ങളുമായി വികസിത ഭാരതം എന്ന അതിന്റെ വേണ്ടിയിട്ടുള്ള ആശയങ്ങളുമായി ജ്ഞാനോദയം ചെയ്ത് പുറത്തേക്ക് വരുമെന്നാണ്. എന്നാൽ പ്രതിപക്ഷം അതിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിക്ക് ഈ ധ്യാനം കൊണ്ട് ബോധോദയം ഉണ്ടാകട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. അങ്ങനെ പരിഹസിച്ചും അതിനെ ന്യായീകരിച്ചുമൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും നാളെ ഇതിന്റെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണെന്ന് മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും വോട്ടെടുപ്പുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ഇതെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി പ്രദേശമുള്ളത്. ഒരുപാട് ആളുകൾ, വിനോദസഞ്ചാരികൾ, പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ അവരുടെ വാഹനങ്ങൾ ഈ ബീച്ചിലേക്ക് കടത്തിവിടാനുള്ള അനുവാദമില്ല. പകരം അവർക്ക് കാൽനടയായിട്ട് ഈ ബീച്ചിലേക്ക് വന്നു പോകാം. വിവേകാനന്ദ പാറയിലേക്ക് പ്രവേശനമില്ല. പോലീസാണ് ഇവിടെ എല്ലാ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ പോലീസ് വലയത്തിലാണ് ഈ പ്രദേശം ആകെയുള്ളത്. താങ്ക് യു അജീഷ് ജയകുമാർ. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് മുന്നിൽ നിന്നാണ് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.